എല്ലാവർക്കും ഒരു ഹൈ പോയി എന്നാണ് പോകുന്നത് ബാറ്റിൽ തുറഹവൻ എന്ന ആനിമയുടെ എപ്പിസോഡ് 193 ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്യൂരിഫൈയും ഡിമോണി ലോട്ടസ് ഫ്ലെയിം ആ 6 ഏൻഷ്യന്റ് ക്ലാനും കൂടി ചേർന്ന് സീൽ ചെയ്തു. അതെടുക്കാനുള്ള ഓട്ടമായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഹുൻ ക്ലാനിലെ ഹുൻഫെങ്ങിനെ ഷെയ്യോനായിട്ട് ഏറ്റുമുട്ടി തോൽപ്പിച്ച് പെട്ടെന്ന് ഹുൻമൈഷെങ് അങ്ങോട്ട് വന്നിരുന്നു. എന്നാൽ ഇത് ആൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത ഷെയ്യോന് ഒരു ഗിഫ്റ്റ് എന്ന പോലെ ബുദ്ധ ലോട്ടസ് അത് കൊടുത്തിരുന്നു. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഒരു വലിയ ഒരു പൊട്ടിത്തെറി, എല്ലാവരും ഷോക്ക്. ഷെയ്യോൻ അവന് സ്വന്തമായിട്ട് ചാവാൻ നോക്കണോ എന്ന് ഡെപ്യൂട്ടി ചുവ അതിന് ഹുൻഫെങ് ഷെയ്യോന്റെ ഹെവൻലി ഫ്ലെയിം വളരെ പവർഫുൾ പവർഫുൾ ആണെങ്കിലും അവന്റെ സ്ട്രെങ്ത് വെച്ച് കാര്യമില്ല. അവനെ സിയ രക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴും അവന്റെ കയ്യിൽ ആ സീൽ ഫ്ലെയിം, അതുകൊണ്ട് അവനെ കൊണ്ട് അവിടെ ഇരുത്തി. അപ്പോൾ തന്നെ പിലിസ് വെച്ച് അവ ഹീലാക്കി. സിയാൻ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഹുൻമൈഷെങ് ചെറിയ പരിക്കോടെ വന്നിരുന്നു. വെറുതെയല്ല, സോൾ ഹാളിൽ ഉള്ളവരെ നിന്നെ പിടിക്കാൻ പറ്റാതെ ഇത്ര നാൾ നീ രക്ഷപ്പെട്ട് ഇതൊരു വഴിക്ക് പോയില്ല എന്ന് മനസ്സിലാക്കി സിയാൻ അവളെ എതിർക്കാനായിട്ട് നൽകി. അപ്പോഴാണ് ഒരു പണി പറ്റിക്കുന്നത്. പെട്ടെന്ന് അയാളുടെ സ്ട്രെങ്ത് കൂടാനായിട്ട് തുടങ്ങി. അതിന്റെ ഓറയില് അവിടെ ഉള്ളവർക്ക് മനസ്സിലായി അയാൾ ഒരു ലെവൽ 4 അല്ല ലെവൽ 5 ആയി എന്ന്. അതുകൊണ്ട് എല്ലാവരും ഷോക്ക്. ഗുനാൻ ഹൈ, അപ്പോൾ നീ നമ്മുടെ ഏഷ്യന്റ് ക്ലാനിലെ റൂൾസ് അത് ബ്രേക്കാക്കി എന്ന് ദേഷ്യം പറയേ. ഇല്ല, ഞാൻ 1 സ്റ്റെപ്പ് ക്ലോസ് ആയിരുന്നു. പറഞ്ഞു വന്ന അയാളെ ലെവൽ ബ്രേക്ക് ആകാതെ മനഃപൂർവ്വം ലെവൽ 4 തന്നെ ആയിട്ട് വന്നതാണ്. എന്തിന് ഇവിടെ വരണമെങ്കിൽ ലെവൽ 5 താഴെയുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വന്നത്. ആവശ്യം കഴിഞ്ഞു ഇനി ട്രൂ സ്ട്രെങ്ത് കാണിക്കല്. ഇപ്പോൾ അയാൾ ടോട്ടലി റിക്കവറായി, അവിടെ ഉള്ളവരെക്കാൾ സ്ട്രോങ്ങുമായി. അത് തന്നേക്ക് എന്ന് പറഞ്ഞവര് സിയ നേരിടാനായിട്ട് പോയി. അവളുടെ ഒരു പവർഫുള്ളായ അറ്റാക്ക് അതുപോലെ കൊള്ളാം, എന്നാ ഇത് പോരെ എന്ന് പറഞ്ഞിട്ട് ഡിവോവറിംഗ് പവർ യൂസ് ചെയ്ത് അതിനെ ഇല്ലാതാക്കിയ അടുത്ത അറ്റാക്കിൽ അവളെ അടിച്ച് തെറിപ്പിച്ചു. ഗുനാൻ ഹൈക്ക് അറിയാം അവര് സീൽ ഫ്ലെയിം ചെയ്തതോടുകൂടി അവർ വളരെ വീക്കാണ്, ആർക്കും തന്നെ നേരിടാൻ കഴിയില്ല. ഷിയോനെ പിടിക്കാനായിട്ട് വന്നതും അവനെ പെടുന്ന് ഓടുകയാണ്. ലൈറ്റനീസ് സ്പീഡ് ഉപയോഗിച്ച് ഹെൽപ്പിനായിട്ട് മാസ്റ്ററും ഗുനാൻ ഹൈയും വരെ ഡെപ്യൂട്ടി ചീഫ് ഹുൻഫെങ് തടയുന്നുണ്ട്. ഹുൻമൈഷെങ് അവനെ ഒരു അറ്റാക്കിൽ പോകാൻ പറ്റാത്ത രീതിയിലായി. അവനെ ഇനി വെറുതെ വിടില്ല എന്ന് പറഞ്ഞു വരെ പെട്ടെന്നാണ് ഒരു കാര്യം നടക്കുന്നത്. സ്പേസിൽ നിന്ന് ഒരു കൈ വന്ന് ഒറ്റയടി അതിൽ അയാളുടെ പവറും ബ്രേക്കായി അടിച്ച് തെറിയുകയും ചെയ്ത് അയാൾക്ക് പരിക്കുമായി. ആരെന്നറിയാതെ അതിശയിച്ച് നിൽക്കെ വരുന്നതാകട്ടെ എന്റെ ചെറുക്കനെ തോർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശൗചൻ. എന്നാൽ അത് ശൗചൻ എന്നാണെന്ന് ഹുൻമൈഷെങ്ങിന് അപ്പോഴും അറിയില്ല എന്നതാണ്. ഷിയോയൻ ആ ഫ്ലെയിമിന്റെ സീൽ ചെയ്തത് പോയി എന്നതിന് അവർ ഫൈറ്റ് ചെയ്ത ടൈം അതില്ലാതൊക്കെ ആൻസിസ്റ്ററോ നീ ഷിയോ ക്ലാനിൽ നിന്നാണോ എന്ന് ചോദിക്കേ. പിന്നെ അയാളുടെ ഹോറയാണ് കാണിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാ പറയുക, എപ്പിസോഡ് തന്നെ കാണണമെന്നേ ഞാൻ പറയൂ. അത്ര കിടില എപ്പിസോഡാണ്. ശൗചനിന്റെ പവറിൽ അവിടെ ഉള്ളവർക്ക് പോലും ഫിയർ മനസ്സിലായി. ശൗചനോട് നീ ഷിയോ ക്ലാനിൽ നിന്നാണോ, നിന്നെപ്പറ്റി നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല, എന്നാ മതിയാക്കടാ നിന്റെ സംസാരം എന്ന് പറഞ്ഞ് ഒരു വരവ് വരുന്നുണ്ട്. അതിൽ തന്നെ ഹുൻമൈഷെങ് ആൾമോസ്റ്റ് തീർന്നു. ആ ബ്ലഡ് റെഡ് ആക്സ് അതെടുത്തോണ്ട് നേരെ വന്നു ഒറ്റയടി. ജസ്റ്റിന് അതിൽ നിന്ന് മാറിയെങ്കിൽ കാര്യം ഉണ്ടായില്ല, അടുത്ത അറ്റാക്കിൽ തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ തന്നെ സോൾ ചെയിനൊക്കെ വെച്ച് നോക്കി, അതുപോലെ വെറും നിഷ്പ്രയാസം ഇല്ലാതാക്കി. എന്നിട്ട് ഒരു സ്ലാഷ് അറ്റാക്ക് അത് വിടുകയാണ്. ഹുൻമൈഷെ കണ്ടിട്ട് സോൾ പവർ വെച്ച് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് തടയാൻ നോക്കി. എന്നിട്ടോ കാര്യമില്ല, ആ ആക്സ് വെച്ചുള്ള അടുത്ത അറ്റാക്കില് അതും ബ്രേക്കാക്കി അയാളെ പരിക്കാക്കി. ശൗചൻ എന്ന ആളാണ് എന്ന് ഹുൻമൈഷെങ്ങിന് അറിയില്ല. എന്നാ വന്നിരിക്കുന്നത് ഒരു കാലനാണെന്ന് മാത്രം മനസ്സിലായി. ഷീൽഡൊക്കെ വെച്ച് നോക്കി, എന്നിട്ട് കഴിയുന്നില്ല. ഷൗക്ലാനിന്റെ ടാറ്റുവിന്റെ പവർ കൂടി ചേർത്ത് അതേന്നറിയാലോ, മറ്റേ 3 മിസ്റ്റീരിയസ് ചേഞ്ചിന്റെ അതന്നെ ഒരു 2 സ്ലാഷ് അറ്റാക്ക് ഇട്ട് അതില് വീണ് സോൾ ഹാളും ഹുൻമൈഷെങ്ങൊക്കെ കണ്ടുന്ന എല്ലാ എണ്ണം വണ്ടർ അടിച്ചു പോയി നിൽക്കുവാണ്. ശോചൻ ഇത്ര നാണ് ആ പ്യൂരിഫൈ ലോട്ടസ് ഫ്ലെയിമിന്റെ കൺട്രോളിലായിട്ട് പിടിച്ചെന്നത് ഇതുകൊണ്ടാണ് എന്നത് മനസ്സിൽ വിചാരിക്കുകയാണ്. ഹുൻമൈഷെങ് അപ്പോൾ ഓൾഡുമോ എന്താണ് നോക്കി കളിക്കുന്നത്, വാ അടുത്ത സോൾ ഹാൾ മെമ്പറോ എന്ന് പറഞ്ഞ് അവര് ഞെട്ടി അങ്ങോട്ട് ഒരാൾ വരികയാണ്. അത് സോൾ ഹാളിലെ ഒരു എൽഡറാണ്, 5 സ്റ്റാർ ഡോസിന്റെ ഓൾഡ് ഹുൻമു. ഇത് കണ്ടിട്ട് ഗുനാൻ ഹൈ നിങ്ങൾ ഏൻഷ്യന്റ് ക്ലാനിലെ റൂൾസ് എല്ലാം തെറ്റിക്കുകയാണല്ലോ എന്ന് പറയുക. ഡീമണി ഫ്ലെയിമിനെ എടുക്കുക എന്തുവാണ് ചെയ്യും. പിന്നെ ഒരു സ്പിരിച്വൽ അറ്റാക്ക് അത് അവർക്ക് നേരെ ചെയ്യുകയാണ്. അതിന്റെ എഫക്റ്റിൽ നിൽക്കിയ പെട്ടെന്നൊരു പോത്തിന്റെ സൗണ്ട്. ആ സ്പിരിച്വൽ അറ്റാക്ക് അതെല്ലാം ഇല്ലാതായി. ആ ഓറ ഓൾഡ് ലിന്നിന് അറിയാം ഹുൻക്ലാൻ ഇങ്ങനെ ഒന്ന് കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടൊരാൾ വരികയാണ്. ആ കൊച്ചു പയ്യൻ പോത്തിന്റെ മുകളിൽ വരുന്നു. ഇവൻ ആരടാ, കാലന കണ്ടപാടെ ആൻസസ്റ്റർ എന്ന് പറഞ്ഞ റെസ്പെക്ട് കൊടുക്കണ. ഷൗമു നീയാ എന്നിവ തിരിച്ച് അതാരെന്ന് പറഞ്ഞ പോലെ 6 സ്റ്റാർ ഡൗസന്റെ സ്മാൾ പിൽസ് പഗോഡയിലെ എൽഡറാണ്. ഇയാളാണ് നാട് ചുറ്റാൻ പോകുന്നത് എന്ന് ഷിയോയൻ എൽഡറാകാൻ മത്സരിച്ച ടൈം 4 സ്റ്റാർ പവലിയനും പിൽസ് പഗോഡയും കൂടെ ചേരാൻ നിന്ന ടൈമിൽ പറഞ്ഞായിരുന്നല്ലോ ഒരാൾ നാട് ചുറ്റാൻ പോകുന്നുണ്ടെന്ന്. അത് തന്നെ ചെറിയ പ്രായമായിട്ട് തോന്നുന്നു. അതിന് കാരണമെങ്കിൽ ആൾക്കമിസ്റ്റാണല്ലോ, വല്ല വിറ്റാലിറ്റിയുടെ പിൽസ് വല്ല എടുത്ത് കഴിച്ചാണ്.
ആ എന്നാ കുൻക്ലാൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഇത് നമുക്ക് ആവശ്യപ്പെട്ടതാണ്, ഇത് തരുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്. നിന്റെ ടയർണയും ഗ്രേറ്റ് ഷോൻ പില്ല് അത് നമ്മുടെ മാസ്റ്റർ വാങ്ങില്ല. അത് കേട്ടിട്ട് കൂടിപ്പോയ 2 ഡേ പിന്നെ നിന്റെ മാസ്റ്ററിന്റെ വായിലോട്ടിനെ വെച്ചു കൊടുക്കാൻ പോണില്ല, വേണ്ടെങ്കിൽ പറഞ്ഞ പോരെ എന്ന് പറഞ്ഞിട്ട് കുൻക്ലാൻ വന്നു. അവരെ വരെ അടിച്ചിടാൻ പറ്റുന്ന ശൗച്ച് നീ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ആദ്യമായിട്ട് കുൻമിച്ചങ്ങ് ഷോക്ക്. എന്ത് ശൗച്ചനോ? ദ ബ്ലഡ് റെഡ് ആക്സ് എന്നറിയപ്പെടുന്ന ശൗച്ചനാണ് അതെന്ന് പറയുകയാണ്. ഇതെങ്കിൽ അവസാനിപ്പിക്കാം. ഷിയോനോട് ആ ഫ്ലെയിംസ് ഇല്ല അത് തരാനായിട്ട് പറയുകയാണ്. ഷിയോനും അന്ന് രക്ഷിച്ചത് ഇയാളാണ്, അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു. അത് നോക്കി നോക്കൂ, ഇല്ല തട്ടിയെടുക്കാൻ വന്നു എന്ന കാര്യമുണ്ടല്ല. അയാളെ സ്പേസ് ടെലിപ്പോർട്ടാക്കിയിട്ട് അതെടുത്തു. ഒരു 6 സ്റ്റാർ ആയവർക്ക് അത് പറ്റും. ഡെപ്യൂട്ടി ചീഫ് കണ്ടിട്ട് എന്ത് 6 സ്റ്റാറോ, ചുമ്മാല്ല കുൻക്ലാൻ അറ്റാക്ക് ചെയ്യാൻ പറയുമ്പോൾ മാസ്റ്റർ അത് തടഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വളരെ സ്ട്രോങ് ആയ ആള് തന്നെയാണ്. ആ സീല് ചെയ്ത ഫ്ലെയിമിനോട് നീ നന്നായിട്ടെല്ലാം മനസ്സിലാക്കി വെക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ അടുത്ത് നടക്കില്ല, നീ പുറത്തു വാ, ഇല്ലേ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് വിരട്ടി. അപ്പോഴുണ്ട് ആ സീല് ചെയ്ത ആ ഫ്ലെയിം അത് ബ്രേക്കായി പുറത്തെറിയാണ്. ഇപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അത് ഹുൻമീഷങ്ങും മറ്റു ക്ലാനിലെ അവർ ചേർന്ന് കഷ്ടപ്പെട്ട് സീൽ ചെയ്തതല്ല, അത് ഫെയിലായതാണ്. ആ ഡീമോൺ ഫ്ലെയിം മനഃപൂർവ്വം ഇങ്ങനെ ആക്കിയതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവസരം ഉണ്ടായിട്ടും വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ പോകാതിരുന്നതോ ഇതുകൊണ്ടാണ്. എന്തിനു വേണ്ടി ഇപ്പോൾ മനസ്സിലാകും. നീ എൻ്റെ പ്ലാനെല്ലാം നശിപ്പിച്ചു എന്ന് ഡീമോൺ ഫ്ലെയിം പറയുമ്പോൾ നിന്നെ സെൻട്രൽ പ്ലെയിനിൽ എത്തിച്ച ആ ലോകം തന്നെ നീ നശിപ്പിക്കും. അതുകൊണ്ടാണ് ആ സെയിന്റ് നിന്നെ ഇവിടെ സീൽ ചെയ്തേ. നിന്നെ പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല. കാര്യം മനസ്സിലായല്ലോ, ഇവിടെ നിന്ന് പുറത്തു പോകാനുള്ള പ്ലാൻ ആയിരുന്നു എന്നത് ആ ഗ്രേറ്റ് ആൽക്കമിസ്റ്റ് എൽഡർ ഇല്ലാതാക്കി. അയാളെക്കുറിച്ച് പറയല്ലേ, എന്നെ ഇവിടെ ഇത്രയും നാൾ വർഷമായിട്ട് സീൽ ചെയ്തത്, എനിക്ക് പോകാൻ പറ്റിയില്ലേലും ആരും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കില്ല് അതെടുക്കുന്നു. ഒരു വലിയ സ്റ്റാച്ചു. എന്നാൽ ഇത് കുറച്ച് വ്യത്യാസമുള്ളതായിരുന്നു. അതിന്റെ ഫസ്റ്റ് അറ്റാക്കിൽ അടിയിൽ നിന്നും ലാവെല്ലാം പൊങ്ങി വരികയാണ്. ഷിയോനൊക്കെ ഓടി മാറാനായിട്ട് നോക്കുന്നു. ഇടയ്ക്ക് വെച്ച് അവന്റെ ഉള്ളിലെ ആ സോള് അതിന് റിയാക്ഷൻ. അവന്റെ കണ്ണ് പെട്ടെന്ന് വേറൊരാളുടേതായി. യൂണർ വന്ന് രക്ഷിച്ചുകൊണ്ട് പോയി. എന്നാൽ അവൻ അത് ആരെന്ന് മനസ്സിലായില്ല. എന്തുപറ്റി എന്ന് അവനറിയില്ല. അതേ സമയത്ത് പിൽസ്പഗോഡ് ആൻസെസ്റ്റർ അറ്റാക്ക് ചെയ്യുകയാണ്. പല രീതിയിലായിട്ട് ഒറ്റയ്ക്ക് തന്നെ ഒരു അറ്റാക്കും കിട്ടുന്നുണ്ട്. എന്നാൽ കൂടി തിരിച്ചുള്ള അറ്റാക്ക് ഷീൽഡൊക്കെ വെച്ച് തടയുമ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പവർഫുൾ അടി. അതിൽ ആ ഷീൽഡെല്ലാം ബ്രേക്കായി ഒരു വലിയ പൊട്ടിത്തെറി. പിന്നെ നോക്കെ ഇതിവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഹെവൻ സ്മെൽറ്റിംഗ് പില്ല് എന്ന ഒരു സ്കില്ല് അത് വെച്ച് ആളുടെ കിടില സ്കില്ല് തന്നെയായിരുന്നു എന്നത് കാണാം. അത് വെച്ചുകൊണ്ട് തന്നെ ആ അറ്റാക്ക് അവിടെ ഒരു വോയിഡ് പോലെ ഉണ്ടാക്കി അതിനുള്ളിലേക്ക് ആ സ്റ്റാച്ചു തന്നെ സ്മെൽറ്റാക്കി ഇല്ലാതാക്കി പോവുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ഡീമോൺ ഫ്ലെയിം അങ്ങനെ അങ്ങേയറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യണ. ആ ഫ്ലെയിം പറയണേ, ഞാൻ നിങ്ങളുടെ സ്മെൽറ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ പിന്നെ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞ ഏൻഷ്യന്റ് ഹെവൻസ് റിഫൈനിങ് ഫോർമേഷൻ എന്നത് ഉപയോഗിക്കണം. അതിന്റെ ഓറയാകട്ടെ ഓരോ സെക്കൻഡ് കൂടിക്കൂടി വരുന്നു. ആകാശത്ത് നിന്ന് അടിയിൽ നിന്ന് ഒരു ഫോർമേഷൻ ഉണ്ടാകുകയാണ്. അവർക്കാർക്കും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലാക്കി ചുറ്റുമായിട്ടൊരു ഷീൽഡ് ആക്ടിവേറ്റ് ഡീമോൺ ഫ്ലെയിം പറയുന്നുണ്ട്. ഈ സ്കില്ല് ഡീമോൺ ഫ്ലെയിം സെയിന്റിന്റെ പേഴ്സണൽ സ്കില്ലാണ്. ആർക്കും തന്നെ അറിയില്ല, ഞാൻ നോക്കി പഠിച്ചു, എനിക്ക് ഉപകാരത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു. അവിടെ ഹാഫ് സെയിന്റ് ആയവർക്കൊന്നും നിൽക്കാൻ പറ്റാത്ത രീതിയിലായി. എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ നോക്കി, എന്നാൽ നടന്നില്ല. ഷീൽഡ് പോലെ ആ സീൽ ചെയ്ത് വെച്ചേക്കാണ്. ഇതുണ്ടാക്കിയ സെയിന്റ് ഹാഫ് സ്റ്റെപ്പ് ഡൗഡിയാണ്. എത്ര ലെവലുള്ള ആൾക്ക് പറ്റൂ, അവർക്ക് രക്ഷയില്ല എന്നത് മനസ്സിലായി. നിങ്ങളെല്ലാം റിഫൈൻ ചെയ്ത് എന്റെ സ്ലേവ് ആക്കണം എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കണം. അപ്പോഴാണ് പിൽസവർ ആൻസെസ്റ്റർ ജോയിൻ ആകണം. ഇത് ഹെവൻ ആൻഡ് എർത്തോട് ചേർന്നാണ് ഫോർമേഷനാണ്. ഞാൻ ഹെവൻ നോക്കാൻ, നിങ്ങൾ എർത്ത് നോക്ക്. ആ സീൽ ബ്രേക്ക് പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് പോകുന്നു. ഷിയോനെയൊക്കെ വിളിക്കുകയാണ്. അവരങ്ങോട്ട് പോകെ പിന്നെ ഷിയോന് എന്തോന്ന് പറ്റുന്നു. അപ്പോൾ ഒരു വോയിസ്, ചെറുക്കാൻ നിന്റെ ബോഡി കുറച്ച് നേരത്തേക്ക് എനിക്ക് തൈല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരും സർവൈവ് ആകില്ല. ആ ഡീമോണി ഫ്ലെയിം ആകട്ടെ സ്ലേവ് കൂട്ടാൻ പോകുന്നു എന്ന ഒരു സന്തോഷത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ടിവേറ്റ് ചെയ്തു. പയ്യെ അത് ക്ലോസ് ആകാനായിട്ട് തുടങ്ങി. അവിടെ എല്ലാവരും അവരുടേതായ പവർഫുൾ ആയ സ്കില്ലുകൾ വെച്ച് അത് ബ്രേക്ക് ആക്കാൻ നോക്കുന്നു. ഒരു സൈഡ് അത് നടക്കാൻ മറ്റേ സൈഡിൽ കുൻക്ലാനും മറ്റു ക്ലാനുകളും ഒക്കെ ചേർന്നിട്ട് നോക്കുന്നുണ്ട്. അവരങ്ങനെ നോക്കിയേ ചെയ്യാനോട് സമയമില്ല. പെട്ടെന്ന് എന്റെ ബോഡി ആ ഫോർമേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ശിവനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ കറക്റ്റ് പറഞ്ഞ അവനെയല്ല സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നോക്കുവാണ്. നിന്റെ മുൻപിൽ വെച്ച് നിന്റെ ആൾക്കാരെല്ലാം ഇല്ലാതാകും, എന്നെ വിശ്വസിക്കുക. അങ്ങനെ പോലെ തന്നെ നടക്കുന്നത് പോലെ ആകണം. അവർക്ക് ആർക്കും പറ്റാതെ അവരെത്രയൊക്കെ നോക്കിയിട്ടും പറ്റുന്നില്ല. അമച്ചറായ നിങ്ങളൊക്കെ ഈ സ്കില്ല് ബ്രേക്കാകാൻ നോക്കുന്നു, നടക്കില്ല. ഞാൻ എത്ര വർഷമായിട്ട് ഇവിടെ ട്രാപ്പായിരുന്നു, ഇന്നല്ല അവസാനിക്കും. ശിവനെ എല്ലാവരെയും നോക്കുന്നു. അവരുടെ അവസ്ഥ ആ ഫോർമേഷനുള്ളിലായിട്ട് കംപ്ലീറ്റ് ആയതുപോലെ ഒരു പൊട്ടിത്തെറിമായും കഴിഞ്ഞു. അവരെല്ലാം ഇനി എന്റെ സ്ലേവാകും എന്ന സന്തോഷമായ ഡീമോണി ഫ്ലെയിം എന്നാൽ അധികം നേരം വന്നില്ല. അവർക്ക് ആർക്കും തന്നെ ഒന്നും പറ്റിയില്ല. ആ ഫോർമേഷൻ കാണാനില്ല. എന്താ നടന്നതെന്ന് അവിടെ ഉള്ളവർക്കും ഡീമോണി ഫ്ലെയിമിന് മനസ്സിലായില്ല. എന്നാൽ അപ്പോഴാണ് ഷിയോയിന് എന്തോ പറ്റുന്നത്.
അവൻ മുകളിലേക്ക് പോകുന്നു. അവൻ്റെ രൂപം തന്നെ മാറി. അന്ന് മാസ്റ്റർ അവൻ്റെ ബോഡി എടുത്തതുപോലെ ഡീമോണി ഫ്ലെയിം സേൻറ്റി എടുത്തു. ഇത് ഡീമോണി ഫ്ലെയിമോ എന്ന് ഹൊൻമോബ് പറയുമ്പോൾ പെൽസ്പഗോഡാണ് സിസ്റ്റർ. അല്ല, ഇതാണ് പ്യൂരിഫൈ ഡീമോണി ലോട്ടസ് സേൻറ്റി. ആ ഡീമോണി ഫ്ലെയിമിനോട് തനക്ക് സുഖമില്ലേ? രണ്ട് ഫേസ് ടു ഫേസ് നിൽക്കുന്നു. അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡ് തന്നെ കാണാം. അടുത്ത എപ്പിസോഡ് ഒരു കിട്ടില്ല എപ്പിസോഡാണ്, അതിനെ പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം. അപ്പോൾ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ വന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.